ചേച്ചി, ചേച്ചിയുടെ പ്ലാനൊക്കെ കറക്റ്റ് റൂട്ടിലല്ലേ പോകുന്നത്? എന്റെ പ്ലാൻ എല്ലാം ഇതുവരെയും കറക്റ്റ് റൂട്ടിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ നോക്കിക്കോ പ്രതാപ, പാർവതിയുടെ പതനം ഈ പൂജയോടെ നടക്കും. അവളുടെ ശല്യം എന്നേക്കുമായി തീരാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഈ പ്രതാപനും പ്രഭാവതിയും കൂടി എന്തു കുതന്ത്രമാണ് പൂജാസമയത്ത് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പാർവതിയെ ബലിയാടാക്കാനാണ് ഇവരുടെ പ്ലാനെന്ന് മനസ്സിലായി. ഗായത്രി ദേവിയെ കൊന്നതു മാത്രമല്ല, ആണ്ടുപൂജയെ നശിപ്പിക്കാനാണ് ഇവറ്റകളുടെ പ്ലാൻ. ഈ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിനക്കതിന് കഴിയില്ല പ്രഭാവതി. വെള്ള പുതച്ചു കിടക്കാൻ ഒരുങ്ങിയിരുന്നോ നീ? വിപിൻ സാറിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശൂർപ്പണക ജാസ്മിൻ വിപിൻ സാറിനെ കുത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്റെ രണ്ട് കണ്ണും എപ്പോഴും വിപിൻ സാറിന്റെ പിന്നാലെ ഉണ്ടാവണം. ഈ വിപിൻ സാറിനെ കാണുന്നില്ലല്ലോ. ഈ വീട് മുഴുവനും അരിച്ചു പെറുക്കി. ഇനി എവിടെ പോയി കാണും? ഇനി അടുക്കളയിലെ ചേച്ചിയെ സഹായിക്കാൻ പറ്റുമോ അറിയോ? ഒന്ന് വിളിച്ചു നോക്കാം. ഇങ്ങോട്ട് പിടിച്ചു വെച്ച് കൊണ്ടുവന്നേ. എന്റെ കൈവിട്, ഞാൻ വരാം. നീ എന്റെ കൂടെ വാ ജാസ്മിൻ. ശബ്ദം ഉണ്ടാക്കാൻ നടന്നു വാ. കൈവിട്. എടി, പാർവതി ആണ്ടുപൂജ നടത്തി ഗായത്രി ദേവിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തിയ നമ്മുടെ ചീട്ട് കീറും ജാസ്മിൻ. പിന്നെ അവളുടെ നെകളിപ്പ് 10 ഇരട്ടിയാവും. ആന്റി, അമേരിക്കയിൽ നിന്ന് വന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാലേ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. ചത്തുപോയവരൊക്കെ പൂജ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാന്ന് ആ പാർവതി വട്ട് പറഞ്ഞപ്പോ ആന്റിയോ അത് വിശ്വസിച്ചു. ജാസ്മിൻ, ഈ പൂജ നടക്കണം. അവളുടെ വട്ടിനെ എന്തുകൊണ്ട് നമുക്ക് അനുകൂലമായി ഉപയോഗിച്ചൂടാ? അവളെ ഈ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് ഓടിച്ചൂടാ? ചെയ്യുന്നതൊരു ദുരന്തമായാൽ ആർക്കാ നഷ്ടം? ആ പേരും പറഞ്ഞ് അവളെ നമുക്കിവിടുന്ന് അടിച്ചോടിച്ചൂടെ? ദാറ്റ്സ് ഗുഡ്. വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത പ്ലാൻ എന്താ? ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പറയല്ല, പ്രവർത്തിക്കാൻ പോവാ ഈ സുശീല. നീ വന്നേ. വാഴു. ഇതെന്താന്നറിയോ? ഇത് പായസം. പൂജയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രസാദം ഇത്. ആ, ഇതെന്താന്നറിയോ? ആന്റി പൊതിഞ്ഞോണ്ട് വന്ന സാധനം എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയും. ഇത് ചെന്നിനായകം. ചെന്നിനായകം? ഞാനിത് പ്രസാദത്തിൽ കലർത്താൻ പോവാ. അയ്യോ, ഈ പ്രസാദം നമ്മളും കഴിക്കേണ്ടതല്ലേ? അപ്പൊ പ്രശ്നാവില്ലേ? നമ്മളും ചത്തുപോവില്ലേ? നമുക്കേ ഈ പ്രസാദം കഴിക്കേണ്ടി വരില്ല ജാസ്മിൻ. അതിനു മുമ്പ് വിശാലും പാർവതിയും തമ്മിലുള്ള പൊരിഞ്ഞടി കാണാം. പൊരിഞ്ഞടിയോ? അതിൻ പ്രകാരം ഈ പ്രസാദം ആദ്യം കഴിക്കേണ്ടത് വിശാല. ആണോ? ചെന്നിനായകത്തിന്റെ കയ്പ് കാരണം അവനത് കഴിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും വിശാല് പാർവതിയെ സംശയിക്കും. പിന്നെ അവിടെ നടക്കാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ടോ? സൂപ്പർ ആന്റി. എനിക്കിപ്പോ ആ പൂജ ഒന്ന് വേഗം നടന്നു കിട്ടിയാ മതിയെന്നായി. ഈ അന്ധവിശ്വാസം കണ്ടേ ഇങ്ങനൊരു ഗുണം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചെന്നിനായകം പ്രസാദത്തിൽ മിക്സ് ചെയ്യാൻ വേഗം. ആന്റി. ഹലോ വിപിൻ സാർ. സാർ എവിടെയാ നിക്കുന്നേ? ഞാൻ ടെറസിലുണ്ട്. എന്താ കാര്യം? അവിടെ എന്താ പരിപാടി? കാറ്റുവെള്ളമാണോ? ആ അതെ, മിക്കവാറും ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ട്. അത് കാണാൻ കാത്തു നിൽക്ക. ശരി. അയ്യോ, ഫോൺ വെക്കല്ലേ. ഞാൻ അങ്ങോട്ട് വരാം വിപിൻ സാറേ.
പെണ്ണ് നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് കാണുമോ? എനിക്ക് പേടിയാവുന്നു. അവള് കേട്ട് കാണാൻ വഴിയില്ല, നമ്മളെ കാണാനും വഴിയില്ല. കാരണം അവളിപ്പോ പ്രത്യേകതരം മയക്കത്തിലാ. അവളുടെ സംസാരത്തിന്റെ ലക്ഷണശാസ്ത്രം അതാ സൂചിപ്പിക്കുന്നേ. നീ വാ. ഇളക്ക്. മതി 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 മതി, ഇനി മൂടി വെക്കാം. മതി മതി. ഓക്കെ. എന്താ പാറു, ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. അത് നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. എന്താ വിശേഷം? ഓ, അത് നീ ഇത്രയും വേഗം കണ്ടുപിടിച്ചു മണിക്കുട്ട. നീയാള് കൊള്ളാലോ. ഞാൻ നിന്നെ എത്ര നാളായിട്ട് കാണുന്നതാ. നിന്റെ മുഖത്ത് ഒരു ചെറിയ മാറ്റം വന്നാ എനിക്കത് മനസ്സിലാവും. നീ കണ്ടുപിടിച്ചതേ സത്യം തന്നെയാ. ഞാൻ ഇന്ന് കുറച്ച് സന്തോഷത്തിലാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? വിശാൽ സാറ് എന്നോട് പറഞ്ഞു ദേവമ്മയെ കാണണമെന്ന്. അതൊരു അപേക്ഷയായിരുന്നു മണിക്കുട്ട. അങ്ങനെ പറഞ്ഞോ? അപ്പൊ നീ എന്ത് പറഞ്ഞു പാറു? അദ്ദേഹത്തിന്റെ അപേക്ഷ ഞാൻ ശിരസാ വഹിച്ചു. ദേവമ്മയുടെ ആത്മാവിനെ കാണിച്ചു കൊടുക്കാന്ന് വിശാൽ സാറിന് വാക്ക് കൊടുത്തു. കുട്ടികൾ അമ്പിളിമാവനെ പിടിച്ചു കൊടുക്കാൻ വാശി പിടിക്കുന്ന പോലെയാണോ ഇതും? നിന്നെ കൊണ്ട് സാധിക്കോ പാറു? ആവശ്യം ചെറുതല്ല, ഒരുപാട് വലുതാ. പലവട്ടം ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാ മതിയായിരുന്നു. കളിയാക്കാതെ മണിക്കുട്ട. ഞാൻ വിളിച്ച ദേവമ്മ വരൂന്ന് നിനക്കറിയില്ലേ? എല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ കളിയാക്കല്ലേ? എനിക്ക് നന്നായിട്ടറിയാം നീ വിളിച്ച ദേവമ്മ വരൂന്ന്. പക്ഷേ നീ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ പാറു? നീ വിശാൽ സാറിന് വാക്കു കൊടുത്തത് മണ്ടത്തരമായി പോയിന്നാ എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് ശരിയാ. അത് വളരെ കഷ്ടം തന്നെയാ. പക്ഷേ ഞാൻ വിശാൽ സാറിന് സത്യം ചെയ്തു പോയില്ലേ? സാറിന്റെ സങ്കടം കണ്ടപ്പോ ഞാൻ അറിയാതെ വാക്കു കൊടുത്തു പോയത് മണിക്കുട്ട. 16 വർഷമായി ദേവമായി കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക വിശാൽ സാറ്. ഞാൻ വഴി ഒരു വട്ടമെങ്കിലും വിശാൽ സാറിന് അമ്മയൊന്ന് കാണാൻ സാധിച്ച ഇതിൽ പരം പുണ്യം വേറുണ്ടോ മണിക്കുട്ട? നിന്റെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലാവും. ഇത് പ്രാക്ടിക്കലായി നടക്കുന്ന എന്റെ സംശയം. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എന്നെ തളർത്തല്ല കേട്ടോ. ഞാൻ ഈ പൂജ വിശാൽ സാറിന് വേണ്ടി ചെയ്യും. ഞാൻ വിളിച്ച ദേവമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഇതെന്താണ്? വെള്ളിടിയോ? പുറകെ കാറ്റും. ദേവമ്മ, പാർവതി, അയ്യോ, ഇതാര് ജയോ? കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലം ആയല്ലോ അല്ലേ? നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ജാസ്മിനെ കുറിച്ച് തിരക്കാനാണോ വന്നത്? ജാസ്മിൻ ഇവിടെ 3 നേരം ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്. ജതിനാണെങ്കിൽ ജയിലിലും, നിങ്ങളാണെങ്കിൽ പരലോകത്തും. എനിക്ക് ആരെക്കുറിച്ചും ടെൻഷനില്ല. എന്റെ ടെൻഷൻ നീയാണ് പാർവതി. ഞാനോ? എന്നെ ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ?
നിനക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. നീ വളരെ സൂക്ഷിക്കണം പാർവതി. എനിക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ചെയ്യുന്ന നന്മകൾ ആർക്കും ഇഷ്ടാവുന്നില്ല പാർവതി. അവര് നിന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നീ സൂക്ഷിക്കണമെന്ന്. ജാസ്മിനെയാണോ ഉദ്ദേശിച്ചത്? ജാസ്മിൻ മാത്രമല്ല, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരിൽ പ്രധാനികൾ പ്രഭാവതിയും പ്രതാപനുമാണ്. നീ ആണ്ടുപൂജയിൽ ദേവമ്മയുടെ ആത്മാവിനെ വിശാലിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ ദേവമ്മയുടെ ആത്മാവിനെ എന്നേക്കുമായി ബന്ധനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാറു, നിന്റെ അമ്മായിയമ്മ വല്ലാത്തൊരു സാധനമായി പോയല്ലോ. സാധാരണ മരുമോളെയാണ് അമ്മായിയമ്മമാർ ദ്രോഹിക്കാറുള്ളത്. ഇത് മരിച്ചുപോയ ആത്മാവിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രഭാവതി അമ്മയാണല്ലോ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ചത്. എല്ലാവരും അത് എതിർത്തപ്പോ പോലും എന്റെ പക്ഷം നിന്ന് സംസാരിച്ചത് പ്രഭാവതി അമ്മയാ. അതൊക്കെ അവരുടെ അഭിനയമാണ് പാർവതി. നീ അതൊക്കെ വിശ്വസിച്ചോ? അവര് നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പാർവതി അവരുടെ പ്ലാൻ. അത് നീ മനസ്സിലാക്കിക്കോ. ദേവമ്മ നിന്നെ സഹായിക്കുന്ന വിവരം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ദേവമ്മയെ നീ വഴി വിളിച്ചു വരുത്തി അവരെ ബന്ധിക്കാനാണ് പ്ലാൻ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? വിശാൽ സാറിനാണെങ്കിൽ ഞാൻ വാക്ക് കൊടുത്തു പോയി. സാർ അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുക. എന്റെ ദേവി, ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായല്ലോ. ജയ, എന്നെ ഒന്ന് സഹായിക്കോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അത്തരം ശക്തിയൊന്നും എനിക്കില്ല പാർവതി. നീ തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തണം. ഉദയന്നൂരമ്മ മാത്രമാ ശരണം. ജയ, അയ്യോ ദേവി, ഇനി ഞാൻ എന്ത് ചെയ്യും? വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്കും കൊടുത്തു. ദേവമ്മ വന്ന ആ ബന്ധനത്തിൽ കുടുങ്ങുകയും ചെയ്യും. ഞാനിനി എന്ത് ചെയ്യണ്ട ഉദയന്നൂരമ്മ? ഇത്രയും ദ്രോഹം നിന്നോട് ചെയ്ത അവരെ നീ എന്തിനാ വിശ്വസിച്ചത്? ഇനി നിനക്ക് മുന്നിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, ദേവമ്മയെ വിളിച്ചു വരുത്തി നീ വിശാൽ സാറിനെ കാണിക്കുക. അല്ലെങ്കിൽ ദേവമ്മയെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പാവം വിശാൽ സാർ വ്രതം എടുത്ത് അമ്മയെ ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. 16 വർഷങ്ങൾക്ക് ശേഷം അമ്മേ എന്നൊന്ന് വിളിക്കാൻ കൊതിച്ചിരിക്കുക. പക്ഷേ എനിക്കതിന് ഇനി കഴിയില്ലല്ലോ മണിക്കുട്ട. വിശാൽ സാറിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദേവമ്മയെ കാണിച്ചു കൊടുക്കാം. പക്ഷെ ദേവമ്മയെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് അതിന് സാധ്യമാകില്ല. അതുകൊണ്ട് നീ ദേവമ്മയെ വിളിച്ചു വരുത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം.
മർത്തണ്ഡ സംഭൂതം ഠം നമാമി ശനിശ്വരം. തിരുമേനി, ചേച്ചി. എന്താ പ്രതാപ? എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഈ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ചേച്ചി ഇനി ഒരു ജോലിയും ചെയ്യണ്ട. ഇനിയല്ലതേ അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹോ? അതാരാ പ്രതാപ? അത് തന്നെ നമ്മുടെ ആത്മാനന്ദ സ്വാമികൾ. സ്വാമികളോ? സ്വാമി വന്നിട്ടുണ്ട്. ആഹാ, സ്വാമികൾ വന്നോ? വന്നു ചേച്ചി. നമസ്തേ തിരുമേനി. നമസ്കാരം. സ്വാമിജി, സ്വാമിജി, ദാ അവിടേക്ക് ഇരിക്കാം. വരൂ. ആ, വരണം വരണം. ദേവമ്മയുടെ ആത്മാവിനെ ബന്ധിക്കാൻ ശക്തിയുള്ള ആളാണെന്ന് ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം. എന്താ ചെയ്യേണ്ടത് എന്റെ ഉദയനൂരമ്മേ? നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം. ക്ഷമിക്കണം സ്വാമിജി, അങ്ങയെ ആരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്? എന്തിനാണ് ക്ഷണിച്ചത്? ദേവി ഇതൊന്നു പറഞ്ഞാലും. അതെ, ഇങ്ങനെയുള്ള സാധാരണ പൂജകൾക്കൊന്നും പോകുന്ന ആളല്ലല്ലോ സ്വാമിജി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ചോദ്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിനുള്ള ഉത്തരം മൗനമാണെങ്കിൽ ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ലാതാവില്ലേ? അത് പിന്നെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ പേരുകേട്ട സ്വാമിജിയെ വിളിച്ചു വരുത്തിയത് ഞാന്. അവര് നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പാർവതി അവരുടെ പ്ലാൻ. ദേവമ്മേ, നീ വഴി വിളിച്ചു വരുത്തി അവരെ ബന്ധിക്കാനാണ് പ്ലാൻ. നമസ്കാരം സ്വാമി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നല്ല രീതിയിൽ നടത്താനാണ് ഈ അമ്മ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ഈ പൂജയൊക്കെ നല്ലതിനാണെന്ന് വിശാൽ സാർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നല്ലതിനല്ല വിശാൽ സാർ. ദേവമ്മയുടെ ആത്മാവിന് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് വിശാൽ സാറിന് അറിയില്ല. എനിക്ക് മാത്രമേ ആ സത്യം അറിയൂ. നീ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്ന് കാണിച്ചു തരണം. ഒരേ ഒരു നിമിഷം മാത്രം കണ്ടാ മതി. ആ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാവും. ഈ ആണ്ടുപൂജയ്ക്ക് ഞാൻ ദേവമ്മേ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്.
സ്വാമിജി, ഇവിടെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ? മറ്റെന്തെങ്കിലും വാങ്ങാനോ കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ പറയാം. പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുടെയൊക്കെ വിവരം ഞാൻ പ്രഭാവതിയോട് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിജി പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർവതി എവിടെ പോയി? നിന്ന നിൽപ്പിൽ കാണാണ്ടായല്ലോ. ഇനിയിപ്പോ സ്വാമിജിയെ കണ്ട് പേടിച്ച് ജില്ല തന്നെ വിട്ടു പോയോ? ഇന്നെനിക്ക് എൻ്റെ അമ്മയുടെ ദർശനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർവതി. അതിലെന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ അമ്മേ?